ഇതാണോടാ നിന്റെ വീട്ടിൽ പോക്ക്? അത് പിന്നെ പിന്നെ എന്തൊക്കെയായിരുന്നു. ഞങ്ങൾ ഒരു നിമിഷം വൈകിയിരുന്നേ നിന്റെ ഫസ്റ്റ് നൈറ്റ് ആയിരിക്കും ചിലപ്പോ ഞങ്ങൾ കണ്ടിട്ടുണ്ടാവുക. എന്നെ കുറച്ച് ലേറ്റ് ആയിട്ട് വന്നാൽ മതിയായിരുന്നല്ലേ? അയ്യേ വഷളൻ, എന്നാലും ഇത് എങ്ങനെ? കുറച്ചു മുന്നേ ഇതൊന്നും അല്ലായിരുന്നല്ലോ. ഇവക്ക് നിന്നോട് ദേഷ്യാണ്, നീ ഒരു പൊട്ടനാണ് എന്നൊക്കെ അല്ലായിരുന്നോ? രണ്ടാമത് പറഞ്ഞാൽ ഇപ്പോഴും വലിയ മാറ്റമൊന്നുമില്ലല്ലോ. കൂട്ടുകാരെ ഒന്ന് സമാധാനപ്പെടൂ. എല്ലാം എന്റെ ഒരു തെറ്റിദ്ധാരണയായിരുന്നു. നിങ്ങൾ കണ്ടത് കണ്ടു, ഇനിയൊന്നും കാണാതിരിക്കാൻ പ്രാർത്ഥിക്കേ. അയ്യേ, വന്നതും നിന്നതും പോയതൊക്കെ കണക്കാണല്ലോ. അമ്മോ നീ ഇങ്ങോട്ട് വന്നേ, അല്ലെ ഞാൻ 18-ാം വയസ്സിലെ ആന്റിയാ കണ്ടി വരും. എന്നാലും എന്റെ അളിയാ. കിച്ചു, ഇത് നിന്റെ ഫസ്റ്റ് ലവ് ആണോ? ആ, എങ്ങനെ മനസ്സിലായി? ആ പടപ്പ് കണ്ടപ്പോ മനസ്സിലായി. നമുക്ക് വീട്ടിൽ പോണ്ടേ? എന്റെ കൂട്ടുകാരും വല്ലാണ്ട് ക്ഷീണിച്ചു. നിങ്ങളെന്താ എത്ര ലേറ്റ് ആയേ? പ്രോഗ്രാം കഴിയാൻ വൈകിയമ്മ. അതെ അതെ, ഇപ്പൊ നിർത്തിയത് നന്നായി. നിങ്ങൾ ഫുഡ് കഴിച്ചിരുന്നോ? നോ മാമാ. എന്നാ പോയി ഫ്രഷ് ആയിട്ട് വാ, ഒരുമിച്ച് കഴിക്കാം. അമ്മവും കിച്ചു അവിടെ ഒന്ന് നിന്നേ. എന്താളിയാ, തുടങ്ങിക്കോ. എന്ത് ഫ്ലാഷ് ബാക്ക്? ഇപ്പോഴോ? ആ, ഇപ്പൊ തന്നെ. നമ്മുടെ പ്രോഗ്രാം കഴിഞ്ഞിട്ട് അമ്മുവിന്റെ പ്രോഗ്രാം കാണാൻ പോകുന്നത് വരെ നീ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നീ അപ്രത്യക്ഷനായി. അത് മുതലാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. എപ്പോ, എങ്ങനെ, എവിടെ വെച്ച്? തത്സമയം കിമ്മുവിനോടൊപ്പം റിപ്പോർട്ടർ ജഗ്ഗു. നിങ്ങൾ ഇങ്ങനെ പ്രതികളെ ചോദ്യം ചെയ്യുന്ന പോലെ ചെയ്യല്ലേ, പറയാം. എന്നാ പറ സൗദ. ഞാൻ നിങ്ങളുടെ കൂടെ ഇവിടെ പ്രോഗ്രാം കാണാൻ വന്നു. ഇപ്പോൾ എന്തിനാ അവനോട് ഇത്ര ക്ലോസ് ആവുന്നേ? അമ്മു, എനിക്ക് ഇതൊന്നും കണ്ടുകൊണ്ട് നിൽക്കാൻ പറ്റൂല കേട്ടോ. നീ എന്തിനാ അലക്സിനോട് ഇത്ര ക്ലോസ് ആവുന്നേ? എനിക്കത് ഇഷ്ടപ്പെടുന്നില്ല. നീ എന്തായി പറയുന്നേ? അമ്മു, ഐ ലവ് യു. എനിക്കിതിന് മനസ്സിൽ വെച്ചൊന്നും നടക്കാനൊന്നും പറ്റൂല. നീ എന്നെ വേറൊരു ഫ്രണ്ടായിട്ടാ കാണുന്നതെന്ന് എനിക്കറിയാം. നീ വേണേ എന്നെ തള്ളിക്കോ, പക്ഷെ ഞാൻ ഇത് പറഞ്ഞെന്ന് വെച്ചിട്ട് എന്നെ ഒരു സ്ട്രേഞ്ചർ ആയിട്ട് നീ കാണരുത്. അതിന് ഞാൻ പറഞ്ഞില്ലല്ലോ എനിക്ക് ഇഷ്ടല്ലാന്ന്. എന്താ പറഞ്ഞേ? അതായത് കിച്ചു, എനിക്കും ഇഷ്ടാണ്. ഞാനിത് പറയാനാണ് നിന്നോട് പ്രോഗ്രാം കഴിഞ്ഞിട്ട് കാണണം എന്ന് പറഞ്ഞേ. ശരിക്കും? ആ, ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങൾ തമാശിക്കാറില്ല. അപ്പൊ ശരിക്കും എന്നെ ഇഷ്ടാ? ദേ കിച്ചു, അപ്പൊ നീ ചച്ചുവിനോട് മഞ്ഞു ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞതോ? ജസ്റ്റ് ഫോർ ആൻ എന്റർടൈൻമെന്റ്. നിനക്ക് എന്നെ കാണുമ്പോഴുള്ള ടെൻഷനും ചച്ചുവിന്റെ ചോദ്യമൊക്കെ കേട്ടപ്പോ തന്നെ എനിക്ക് കാര്യത്തിന്റെ പൊക്കെ ഏകദേശം മനസ്സിലായി. പിന്നെ നീ പെട്ടെന്നൊരു പ്രപ്പോസൊക്കെ വെച്ചാ ഞാൻ എസ് പറയാൻ റെഡി ആയിരുന്നു. ബട്ട് നീ എന്റെ ഇൻഡ്യൂഷൻസ് തെറ്റിച്ചു. എങ്ങനെ? നീ ഇങ്ങോട്ട് വന്ന് പ്രപ്പോസ് ചെയ്യുന്നതും കാത്തിരിക്കുമായിരുന്നു ഞാൻ. പക്ഷേ അതൊരിക്കലും നടക്കൂലെന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ട് ഞാൻ വിചാരിച്ചെന്നാ ഞാൻ തന്നെ അങ്ങ് പറയാന്ന്. അപ്പൊ അടിവയറ്റിട്ട് മഞ്ഞ് പെയ്തോ? പെയ്തോന്ന് ചോദിച്ചാ ഉണ്ടാവൂലേ എന്റെ കൂടെ ഇനി ഒരു ആയുസ് മുഴുവൻ. അപ്പൊ എങ്ങനാ എന്റെ 5 കുട്ടികളെ പ്രസവിക്കാൻ റെഡിയില്ലേ? എത്ര? ഇങ്ങനെ ഞെട്ടാതെ, അതൊക്കെ അതിന്റെ വഴിക്ക് നടന്നോളൂ. ഇപ്പൊ എനിക്ക് വേറൊരു പണിയുണ്ട്. എന്ത് പണി? Close your eyes. മതി, അത്ര മതി. ബാക്കി ഞങ്ങള് കണ്ടു. നിനക്ക് എന്തിനാ 5 കുട്ടികള്? അംഗനവാടി തുടങ്ങാനാ? നീയല്ലല്ലോ എന്റെ കൊച്ചുങ്ങളെ പ്രസവിക്കുന്നേ. അപ്പം മിണ്ടരുത്. അതെ, അവള് ചോദിച്ച അതേ ചോദ്യം എനിക്കും ചോദിക്കാനല്ലേ. എല്ലാ മക്കളും ഈ വീട്ടിലേക്ക് കൊണ്ടുവരാന്ന് ഞാൻ മേലെ എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ടൊന്നല്ല ഇങ്ങോട്ട് വന്നേക്കുന്നേ. വേറെ എത്ര വീടുണ്ട്? അമ്മോ, അങ്ങനെ പറയരുത്. കുട്ടികൾ ദൈവത്തിന്റെ സമ്മാനമാണ്. അതിനെ ഒരിക്കലും വേണ്ടെന്ന് പറയരുത്. അതെ, അതുകൊണ്ട് എനിക്കും വേണം 5 എണ്ണം. നന്ദു, നീ ഒന്നും പറയണ്ട. ആണല്ലേ, എന്നാ നീ ഇതുകൂടി കേട്ടോ. ലെറ്റ്സ് ബ്രേക്കപ്പ്. ഹായ്, അത് നല്ലൊരു തീരുമാനം. ചച്ചു, ഞാനൊരു തമാശ പറഞ്ഞ, നീ അങ്ങനെ പറയല്ലേ. ഞാൻ ഇതൊന്ന് സെറ്റിൽ ആക്കിയിട്ട് വരാട്ടോ. എന്നാ കിച്ചു, നമുക്ക് അങ്ങോട്ട് പോയാലോ? ഞാൻ വരുന്നില്ല, നീ പൊക്കോ. ഒരു സഹോദരൻ എന്ന നിലയ്ക്ക് എന്റെ പെങ്ങളെ മനസ്സ് എനിക്കറിയാൻ പറ്റും. അതുകൊണ്ട് അമ്മ പേടിക്കണ്ട കേട്ടോ. അവൻ ഇങ്ങനെ പലതും പറയും. കിച്ചു മോനെ, ഇങ്ങോട്ട് വന്നേ നീ.
ഇതിനൊക്കെ ആരാണ് അങ്ങോട്ട് വിളിച്ചേ? വിളിച്ചതായിരിക്കൂലടാ, വന്നതായിരിക്കും. അമ്മു, മമ്മി പറഞ്ഞു ഡാൻസ് സൂപ്പർ ആയിരുന്നു, നമ്മൾ നന്നായിട്ട് ചേരുന്നും പറഞ്ഞു. ഇങ്ങനെ പോയ ഇവരെ ഞാൻ വല്ല ഭിത്തിയിലും ചേർക്കും. അലക്സേ, നിന്റെ ബാക്കി ഫ്രണ്ട്സ് ഒക്കെ എവിടെ? ദേ, ഇവരാണ് എന്റെ ഫ്രണ്ട്സ്. എന്റെ ഹൃദയം, എന്റെ ഓരോ ശ്വാസത്തിലും ഇവരാ. അതെന്താ ഇവന്റെ മൂക്കിൽ ഓരോട്ടെ കൂടെ അമ്മൂനിയും മറ്റോട്ടെ കൂടെ ചച്ചുനിയും ആണോ വലിക്കുന്നത്? നിങ്ങൾ ചൈൽഡ്ഹുഡ് മുതലേ ഫ്രണ്ട്സ് ആണോ? അല്ല, ഞങ്ങൾ അഡൽട്ട്ഹുഡ് മുതൽ പരിചയപ്പെട്ടയാ. കുട്ടിക്ക് വല്ല പ്രശ്നമുണ്ടോ? നന്ദു ആളൊരു രസികനാന്ന് തോന്നുന്നു. കുട്ടി ഏതില്ലത്തെയാ? ഇല്ലോ, ഞാൻ നല്ല നാടൻ നസ്രാണിയാ. ബാക്കിയുള്ളവര് പിന്നെ എടാ നീ എന്റെ ജെല്ലിയൊന്നും പുറത്ത് കാണിക്കല്ലേ. ജലസോ? എനിക്കോ? പോടാ. എന്റെ ഏട്ടൻ ആദ്യമായിട്ടാ ഞാൻ ഈ ഒരു രൂപത്തിൽ കാണുന്നത്. ഇനി എന്തൊക്കെ കാണാൻ കിടക്കുന്നു. നമുക്ക് വാഷ്റൂമിൽ പോയിട്ട് വരാം. ആ, ഞങ്ങളൊന്ന് വാഷ്റൂമിൽ പോയിട്ട് വരാം കേട്ടോ. ഡേ, നീ എങ്ങോട്ടാ? ഓ യാ സോറി. കണ്ടോ, ഇത്രയും ഉണ്ട് ഞങ്ങളുടെ ബോണ്ട്. ഇത് ബോണ്ടല്ല, ബോണ്ടയാ. നന്ദു രസികനാണ്, കിച്ചുന് ഇത്തിരി ശുണ്ഠി കൂടുതലാന്ന് തോന്നുന്നു. നിങ്ങൾക്ക് ഞാൻ അവരുടെ കൂടെ ഇരിക്കുന്ന ഇഷ്ടമല്ലാന്ന് തോന്നുന്നു. ഇവരും കേട്ടോ. അതുകൊണ്ട് ഇനി മുതൽ നിങ്ങൾ ഞങ്ങളെ ഡിസ്റ്റർബ് ചെയ്യരുത്. അയ്യടാ, അതെ, നീയാണ് ഞങ്ങൾക്ക് ഡിസ്റ്റർബ് ആവുന്നേ. അവര് ഞങ്ങൾ ആരാന്നറിയോ നിനക്ക്? യാ, ഓഫ് കോഴ്സ്. ചച്ചു കിച്ചുവിന്റെ അനിയത്തി ആൻഡ് അമ്മു അവളുടെ ബെസ്റ്റ് ഫ്രണ്ട്. അവിടെയാണ് മോനെ നിനക്ക് തെറ്റിയത്. അതല്ല ഞങ്ങളുടെ ബന്ധം. നന്ദുവിന്റെ ലൈഫ് പാർട്ട്ണറാണ് ചച്ചു, കിച്ചുവിന്റെ ലൈഫ് പാർട്ട്ണറാണ് അമ്മു, പിന്നെ ഞാൻ. ഇതെല്ലാം നോക്കി നടത്തി വരുന്ന ഇവരുടെ എല്ലാമായ ഒരു ഇത്. എന്ത്? കിച്ചു, അമ്മു? ഓ മൈ ഗോഡ്. ജഗ്ഗു, എനിക്കറിയാം താനൊരു പഴുതപ്രിയനാണ്, പക്ഷെ ഇത് വേണ്ടായിരുന്നു കേട്ടോ. ഇറ്റ്സ് സോ ഫണ്ണി. എന്താ ചക്ക, കൊറേ നേരം കുണയ്ക്കാൻ തുടങ്ങിയിട്ട് നിനക്ക് എന്താണ് എന്നോട് ഇത്ര പുച്ഛം? നിർത്തിക്കോ. ഇനി എങ്ങാനും നീ അമ്മോന്റെ പുറകെ നടക്കണ ഞാൻ കണ്ട എന്റെ പൊന്നെണ്ണ ഷർട്ടെന്ന് വിടാ, അമ്മ ചീത്ത പറയും. അണ്ണനോ? ഡാ, നീ അവന്റെ കൊങ്ങയ്ക്കൊന്നല്ലല്ലോ പിടിച്ചേ. ഏയ് അണ്ണാ, ഇതാണ് എന്റെ ശരിക്കുള്ള സൗണ്ട്. മറ്റേത് ഗേൾസിനെ ഇംപ്രസ് ചെയ്യാൻ ഞാൻ ഉണ്ടാക്കിയതാ. മോനെ കുട്ടാ, നീ മറ്റേ തന്നെ കണ്ടിന്യൂ ചെയ്തോ. ഇത് വേണ്ട കേട്ടോ. എന്റെ പൊന്നെണ്ണ, അണ്ണനാണേ സത്യം. ഞാൻ ഇനി ആരുടെയും പുറകെ നടക്കൂല. അങ്ങനെയാണേ നിനക്ക് കൊള്ളാം. എന്നാ ഞാൻ അങ്ങോട്ട് പോട്ടെ. അല്ല, നിന്റെ ബോണ്ടയോ? ഞങ്ങൾ തമ്മിൽ ഇനി ഒരു ബോണ്ടും ഇല്ല. അവൻ എന്റെ അമ്മേനെയും പെങ്ങളെയും പോലെയാ. അതല്ല, നീ ഓർഡർ ചെയ്ത നിന്റെ ബോണ്ടയും ബിരിയാണി എടുത്തോണ്ട് പോ. എന്താടാ, ആ പ്ലേറ്റിൽ ബിരിയാണി നിന്നെ പ്രപ്പോസ് ചെയ്ത പോലെയാണല്ലോ നീ അതിനെ നോക്കുന്നേ. എനിക്ക് ഈ ബിരിയാണി കാണുമ്പോ എന്റെ പഴയകാല ജീവിതം ഓർമ്മ വരുന്നു. അതെന്താ, അതിലെ പൈനാപ്പിൾ പോലെയായിരുന്നു ഇവന്റെ ജീവിതം. ഓ നോ, നോട്ട് അഗെയിൻ. ആരെങ്കിലും ഒരു സൈഡ് വിജയട്ടെ. എന്തായിരുന്നു നിന്റെ പാസ്റ്റ്? ഒരു നവംബർ മാസം 21 തിങ്കളാഴ്ച ഞാനും അച്ഛനും അമ്മയും ധ്യാനത്തിന് പോയി തിരിച്ചു വന്നിട്ട് ഒരു ബിരിയാണി ഓർഡർ ചെയ്തു. പക്ഷെ ഞങ്ങൾക്ക് കിട്ടിയത് വെജിറ്റബിൾ പുലാവ് പോയി. അയ്യേ, ഇവനെ ഏതാടാ? അലക്സേ, സാരല്ല, പോട്ടെ. കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി അത് ആലോചിക്കുകയും ചെയ്യരുത്, ആരോട് പറയുകയും ചെയ്യരുത്. ഇല്ല, യു നോ ഐ ആം ബിഗ് ഡിഫറെന്റ്. അൾട്രാടെക് സിമെന്റ് പോലെയാണോ? എന്നാ ഞാൻ പോട്ടെ കേട്ടോ. അയ്യേ, സോറി കിച്ചു, സോറി. പോടാ, ഞാൻ പാന്റില് മൂത്രം ഒഴിച്ച പോലെ ഉണ്ട്. ഇനി നീ നടക്കുമ്പോ മറ്റേ ഗാങ്സ്റ്ററെ പോലെ ഉണ്ടാവും. അയ്യോ അച്ചാറ്, എന്റെ ഉജാല ഷർട്ട്. ദിസ് ഈസ് കോൾഡ് കർമ്മ. നിനക്ക് അങ്ങനെ തന്നെ വേണടാ. സാരില്ല, ഇപ്പൊ ഷർട്ട് ഒരു മോഡേൺ ആർട്ട് പോലെ ഉണ്ട്. നോക്കിക്കോടാ, ഞാൻ ഇതിന് നിനക്ക് റിവെഞ്ച് എടുക്കും. ഇന്നോ? ഇന്ന് വേണ്ട, ഞാൻ ബിസിയാ. നമുക്കത് വേറൊരു ദിവസത്തേക്ക് പോസ്റ്റ്പോണ്ട് ചെയ്യാം. ഓക്കെ, ദേ അവര് വരുന്നു. ആക്ട് നോർമലാ? ഓയാ. എന്താ ഇത്? അത് ഞങ്ങള് വാട്ടർ പ്രൂഫോ സ്റ്റെയിൻ പ്രൂഫോ ആണോ എന്ന് എക്സ്പെരിമെന്റ് ചെയ്തയാ. അപ്പൊ ചേട്ടന്മാരെ, എല്ലാം പറഞ്ഞതുപോലെ ബൈ. എന്ത് പറഞ്ഞതുപോലെ അവൻ പറഞ്ഞ്? അതൊന്നുമില്ല, കഴിഞ്ഞ ദിവസം ഞങ്ങളോട് അവന്റെ വീട്ടിലേക്ക് വരണ്ടാന്ന് പറഞ്ഞത് അവന് വിഷമായിരുന്നു. അപ്പൊ വീട്ടിലെ വിളിച്ചൊരു പാർട്ടി ഒക്കെ തരാന്ന് പറഞ്ഞാ. പക്ഷെ സീനിയേഴ്സ് ഞങ്ങളായതുകൊണ്ട് പാർട്ടി ആദ്യം ഞങ്ങൾ അങ്ങോട്ട് കൊടുത്തു. കൊച്ചുങ്ങൾ എന്തേലും ആഗ്രഹം പറഞ്ഞാൽ അത് സാധിച്ചു കൊടുക്കണല്ലോ. എടാ,
ഞാനും അച്ഛനും മറ്റന്നാളൊരു ടൂർ പോകുന്നുണ്ടേ. ഒറ്റയ്ക്കോ? എടി പൊട്ടി, ഇവര് രണ്ടുപേരില്ലേ? അച്ഛൻ്റെ കൂടെ പണ്ട് കുറേ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നില്ലേ, അവരൊക്കെ പ്ലാൻ ചെയ്തൊരു ഫാമിലി ടൂറ്. ഇപ്പൊ ആണേ വെക്കേഷനും അല്ലേ, അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാ പോവാന്ന്. എങ്ങോട്ടേക്കാ അമ്മേ? ഞങ്ങള് മൂന്നാറ്, കൊടൈക്കനാല്, അങ്ങനെ 2-3 സ്ഥലം. പിന്നെ ഞാൻ പറയാൻ വന്നത്, ഞങ്ങൾ ഇവിടെ ഇല്ലാന്ന് വെച്ചിട്ട് നിങ്ങൾ അലമ്പൊന്നും കാണിക്കരുത്, പ്രത്യേകിച്ച് ചച്ചു നന്ദു. ഏയ്, ഞാൻ നല്ല കുട്ടിയാ. എടാ, നമുക്കും പോയാലൊരു ടൂറ്. എങ്ങോട്ട്? അതൊക്കെ ഞാൻ പറയാം. ആരൊക്കെ ഉണ്ടാവും? ഞാനും നന്ദു. ഞാനില്ല. ബട്ട് വൈ? അമ്മ അറിഞ്ഞ ഇവിടെ ഒരു യുദ്ധം നടക്കും. അതിന് അമ്മേന്റെ അച്ഛന്റെ സമ്മതം വാങ്ങിയിട്ടേ നമ്മള് പോവുള്ളൂ. അതന്നെ. എന്നാ നീ ആദ്യം പോയി ചോദിച്ചിട്ടോ, എന്നിട്ട് ഞാൻ പറയാം. അവിടെയാണ് എനിക്ക് നിന്റെ ഹെൽപ്പ് വേണ്ടത്. ഞാനോ? നീ ആദ്യം അച്ഛനെ സോപ്പിടണം, പിന്നെ കാര്യങ്ങളൊക്കെ എളുപ്പാ. ഏത് സോപ്പ് വെച്ച് ഇടും? ഡോക്ടർ വാഷ് കിട്ടിയില്ലേ? ഇനി മിണ്ടരുത്. അപ്പൊ പ്ലാൻ എന്താ? വലിയ പ്ലാൻ ഒന്നുമില്ല. നീ ഞാൻ പറഞ്ഞു തരുന്ന പോലെ അച്ഛനടുത്ത് ചെന്ന് പറഞ്ഞാ മതി. എന്നാ പോയി ചോദിക്ക്. ഇപ്പൊ തന്നെയോ? യെസ്. നമ്മൾ ഒന്നും നാളത്തേക്ക് മാറ്റി വെക്കാൻ പാടില്ല. നീ ഇപ്പൊ പോ, ഞങ്ങള് പുറകു വരാം. എന്നാ അമ്മും വാ. ശരിയാ, എന്നാലേ ഒരു ഗുമ്മുണ്ടാവുള്ളൂ. ഹായ്, ഫ്രണ്ടിൽ തന്നെ ഇരിക്കുന്നുണ്ടല്ലോ ബഷീർ. ഓക്കെ, റെഡി, 1 2 3. അച്ഛാ. എന്താ? അച്ഛാ, നിങ്ങൾ എപ്പോഴാ ടൂർ പോന്നേ? മറ്റന്നാള് പുലർച്ച. നിങ്ങളും ടൂർ പോകുന്ന സ്ഥിതിക്ക് ഞങ്ങളും മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ചെയ്യാൻ ഒരു ചെറിയ യാത്ര പോയിക്കോട്ടെ. പിന്നെ അമ്മ ഇവിടെ വന്നിട്ട് ഇപ്പൊ 1 വർഷം കഴിഞ്ഞില്ലേ, അവള് സ്ഥലമൊന്നും കണ്ടിട്ടില്ലല്ലോ. യാത്ര നല്ലതാണ്, പക്ഷെ നിങ്ങളും പോണ്ട. അങ്ങനെ പറയല്ലേ പ്ലീസ്. ലൈഫ് ഈസ് ഷോർട്ട് അച്ഛാ. അപ്പൊ ഒരു യാത്രയൊക്കെ നല്ലതല്ലേ. ഞങ്ങൾ ഇവിടെ അടുത്ത് വരെ പോവുള്ളൂ. കഴിഞ്ഞ വർഷം 2 ഇവിടെ അടുത്ത് വരെയെന്ന് പറഞ്ഞു ഒറ്റ മൈൻഡിൽ ട്രിപ്പിനിറങ്ങിയത് ഞാൻ ഇതുവരെ മറന്നിട്ടില്ല. അത് ബുദ്ധി ഉറക്കാത്ത കാലത്തല്ലേ. ഇപ്പൊ വി ആർ മെച്ചുവേർഡ്. ഉണ്ട. കേട്ട മോളെ അമ്മു, ഇവര് കഴിഞ്ഞ വർഷം ചെറിയ ട്രിപ്പ് എന്നും പറഞ്ഞ് ഇവിടുന്ന് പോയി. പക്ഷെ ആരും അറിയാണ്ട് എത്തിയതോ ബാംഗ്ലൂര്. ലാസ്റ്റ് എനിക്ക് അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ ഒരു കോളും. എന്റെ മാമ, അത് ഞങ്ങൾ അറിയാണ്ട് ട്രെയിൻ മാറി കയറിയിട്ടല്ലേ? അറിയാണ്ടയോ? ടിക്കറ്റ് എടുത്ത് ട്രെയിനിലും കയറി സെൽഫി എടുത്ത് അത് സ്റ്റോറിയോ സ്റ്റാറ്റസും ഇട്ട് ബാംഗ്ലൂർ സ്റ്റേഷൻ എത്തിയപ്പോഴാണ് അവിടെ അതിനൊക്കെ ബോധം വന്നേ. പോരാത്തതിന് അവന്റെ ഒക്കെ ഒരു വെക്കേഷൻ വൈബ്സും ഒരു ഇമോഷണൽ റീലും. അയ്യേ, തന്ത വൈബ്. ഒക്കെ സമ്മതിച്ചു. പക്ഷെ ഇപ്രാവശ്യം ട്രെയിനും മാറി കയറൂല, ആൾക്കാരെയും കാണാണ്ടാവൂല. അതന്നെ, ഞങ്ങൾ പോകുന്നു, നല്ല ശുദ്ധവായു ശ്വസിക്കുന്നു, ചൂട് പക്കോടയും ചായയും കുടിക്കുന്നു, പോലീസ് സ്റ്റേഷനിൽ കറത തിരിച്ചു വരുന്നു. ഓക്കെ, ഇതിന്റെയൊക്കെ ഉത്തരവാദിത്തം ആര് ഏറ്റെടുക്കും? അയ്യോ, ഞാനോ? കൂട്ടത്തിന് പ്രായം കൂടുതൽ ജഗ്ഗുവിനാ. എനിക്ക് മെച്ചൂരിറ്റി കുറവാ. പിന്നെ കാര്യങ്ങളൊക്കെ നോക്കി നടത്താനുള്ള കഴിവ് അത് ഈ കൂട്ടത്തിൽ നിനക്ക് മാത്രമേ ഉള്ളൂ. പോയിക്കോ. മാമ മുത്താണ്, മാമാ മുത്താണ്. ആ, പിന്നെ നിന്നോട് എനിക്ക് പറയാനുള്ളത്, ടൂറ് പോകുന്നതൊക്കെ കൊള്ളാം, ഇത് നിന്റെ ഹണിമൂൺ റിഹേഴ്സൽ ആക്കരുത്. ഞാനൊരു പ്യുവർ സോളാണ്, പിഞ്ച് മനസ്സ്. അച്ഛൻ സമ്മതിച്ച സ്ഥിതിക്ക് അമ്മേനോടും കൂടി. അമ്മേനെയും കൂടി ഒന്ന് സോപ്പിടാനായിരിക്കും. ആ, എങ്ങനെ മനസ്സിലായി? അയ്യോ അമ്മ. ആരൊക്കെ ഉണ്ട്? ഞങ്ങൾ 5ഉം പിന്നെ അലക്സും. അതാരാ? കിച്ചുവിന്റെ കാമുകിയാ. കാമുകി അലക്സോ? അലക്സ് അല്ല, അലക്സ. കേട്ടിട്ടില്ലേ? അലക്സ പ്ലേ മ്യൂസിക്. അത്. അവളെന്തിനാ വരുന്നേ? ഫോർ എന്റർടൈൻമെന്റ്. ആരാ ഒരു എന്റർടൈൻമെന്റ് ഒക്കെ ആഗ്രഹിക്കാത്തെ, അല്ലേ കിച്ചു? അയ്യോ, അച്ഛൻ അമ്മ വെറും കല്ല് വെച്ച നോണ. എനിക്കത് ആരാന്ന് പോലും അറിയില്ല. ഇവള് വെറുതെ. സത്യമായിട്ടും ഞങ്ങൾ 5 പേരല്ലാണ്ട് വേറെ ആരുമില്ല. ഈ 5 തന്നെ ആയിരിക്കണം പോകുമ്പോഴും തിരിച്ചു വരുമ്പോഴും. എണ്ണൊന്നും കൂട്ടരുത് കേട്ടോ നന്ദു. എന്തിനാ അച്ഛൻ ഞങ്ങള് മാത്രം ഇങ്ങനെ സംശയിക്കുന്നേ? ഇന്നത്തെ കാലാണേ, എപ്പോഴാ എന്താന്നൊന്നും പറയാൻ പറ്റൂല. പോകുന്നൊക്കെ കൊള്ളാം, എന്തേലും അടിണ്ടാക്കി ഇങ്ങോട്ട് വന്ന. അടിയോ? ഞങ്ങളോ? നെവർ. ഐ ആം എ പീസ് ലവിംഗ് മാൻ. ഇവനോ? അങ്ങനെ സംഭവിച്ചാ വൈഫൈന്റെ പാസ്വേഡ് ഞാൻ ഇപ്പോഴേ മാറ്റിയിട്ടുണ്ട്. ഇനി ടൂറ് പോയി വരുന്നത് വരെ അത് ഞാൻ പറഞ്ഞു തരൂല.
ഓക്കെ വാ, പ്ലാൻ ക്യാൻസൽ. അതെ, നമുക്ക് ഇവിടെ ഇരുന്ന് ശുദ്ധവായു ശ്വസിക്കാം. എന്തിനാ റിസ്ക് എടുക്കണേ? അല്ലെങ്കിൽ ഈ ടൂർ എന്നൊക്കെ പറയുന്നത് ഭയങ്കര പാഴ്ചെലവാണ്. മാമി അങ്ങനെ പറയല്ലേ. ഇവിടെ വൈഫൈ ഉള്ളത് കൊണ്ടാണ് ഞാൻ ജീവിച്ചു പോന്നെ. എനിക്ക് ന്യൂസ് ഇല്ലാണ്ട് പറ്റില്ല. എനിക്ക് മൊബൈൽ ഡാറ്റ ഉണ്ട്. എന്നാ ഞങ്ങൾ പോട്ടെ. മിഷൻ സക്സസ്ഫുൾ. എനിക്കറിയായിരുന്നത് നടക്കുന്നു. എന്തിനാ എന്റെ ജാനു? ഇതൊക്കെ ഒരു ഹരല്ലേടോ. നമ്മുടെ അമ്മ ആയതുകൊണ്ട് പറയല്ല. ഷീസ് റിയലി ബ്രില്യന്റ്. നിങ്ങൾ എന്തിനാ വൈഫൈ പാസ്വേഡ് മാറ്റെന്ന് പറയുന്നതിന് ഇത്രയും സങ്കടപ്പെടുന്നേ? അത് നെറ്റ് കയറ്റി തരാത്ത വീട്ടിൽ നിന്നാ മനസ്സിലാവും. അമ്മു, ഗ്രേറ്റ് വാരിയർ, സർവൈവർ ഓഫ് നമ്മുടെ ജനറേഷൻ. ആ ഹോട്ട്സ്പോട്ട് ഒന്ന് ഓണാക്കോ. ഞാൻ ഇൻസ്റ്റിൽ ഒന്ന് കയറിക്കോട്ടെ, 2 മിനിറ്റ്. മുത്തേ ചക്കരെ, ഞാനൊരൊറ്റൊരു യൂട്യൂബ് വീഡിയോ കണ്ടോട്ടെ. ഞാനാരാ ജിയോ അൺലിമിറ്റഡോ? ഇപ്പൊ ഇങ്ങനെ പറയും, എന്നിട്ട് കണ്ട് അടുത്ത സെക്കൻഡ് നീ എങ്ങനെ വൈഫൈലെസ് ജീവിതം സർവൈവ് ചെയ്യാന്നായിരിക്കും നോക്കുക. അറ്റ്ലീസ്റ്റ് ഞാൻ എന്റെ അമ്മയ്ക്കെങ്കിലും മെസ്സേജ് അയച്ചോട്ടെ. എന്റെ അമ്മ എന്നെ ആരെങ്കിലും തട്ടിക്കൊണ്ട് പോയെന്ന് വിചാരിച്ചാലോ? ഇപ്പൊ തൽക്കാലത്തേക്ക് എന്നെ അമ്മയായിട്ട് കണ്ടോ. അതെ, നിങ്ങൾക്ക് നാളെ പോണേ ഇപ്പൊ എല്ലാം എടുത്തു വെച്ചോ? നിങ്ങൾ ടൂർ പോകുന്നില്ലേ? ആ ഉണ്ട്. അതാ പറഞ്ഞേ. അല്ലാണ്ട് ഞങ്ങൾ പോയി കഴിഞ്ഞിട്ട് അമ്മ അത് കാണാനില്ല ഇത് കാണാനില്ല എന്ന് പറഞ്ഞിട്ട് എന്നെ അങ്ങോട്ട് വിളിക്കും, ഞാൻ കാണിച്ചു തരാം. ഞാനിപ്പോ തുടങ്ങിയെന്ന് ചോദിച്ചാ പോരെ? ഞാനും. അപ്പൊ എല്ലാം സെറ്റല്ലേ? എല്ലാം സെറ്റ്. അപ്പോൾ നമ്മൾ പോകുന്നു മസനഗുഡി വഴി ഊട്ടിക്ക്. അയ്യമ്മ ഐ ആം എക്സൈറ്റഡ്. നമുക്ക് റീൽ എടുക്കണേ. ഓക്കെ ഡൺ. ഇപ്പോഴാ ഓർമ്മ വന്ന്, ഞാൻ ട്രൗസർ എടുത്തിട്ടില്ല. ബാക്കി ഉള്ളിലിടുന്നതൊക്കെ എടുത്തായിരുന്നോ? അതൊരു 6 ഉണ്ട്. ഭാഗ്യം. ഞാൻ ദേ പോയി ദാ വന്നു. നല്ല പരിചയമില്ലാത്ത വണ്ടി. ഇതാരാണാവോ? ഇനി അവള് പറഞ്ഞ പോലെ അലക്സ് ആണോ? ഏയ്, Where is Jax? I want to see him right now. കടവുളിൽ ഇംഗ്ലീഷാ? മദാമച്ചേട്ടത്തി, ദിസ് ജാക്സ് ഹൗസ്. നോ, ദിസ് ഈസ് മൈ സോൾമേറ്റ് കിച്ചൂസ് ഹൗസ്. Hey, you shut up and call Jax. എടാ കിച്ചു, കിച്ചു എന്താ നീ ഇങ്ങോട്ടൊക്കെ വന്നേ? ഇവിടെ ഒരു മദാമ ജാക്കാഞ്ചലി എന്നൊക്കെ ചോദിക്കുന്നു. ഇതാരാ? എനിക്കറിയാൻ പാടില്ല. മാഡം, ഹു ആർ യു? None of your business. Where is my Jax? ആരാടാ? ഓ മൈ ഗോഡ്. Hey Jax, what a sudden surprise. Yeah, this is a sudden surprise for me also. ആരാടാ ഇത്? ഞാൻ പറഞ്ഞില്ലായിരുന്നു എനിക്കൊരു കയ്യബദ്ധം പറ്റിയെന്ന്. അതാണിത്. നീ ഇപ്പൊ ജാക്സ് ആയി. വലിയ കഥയാ. ഇപ്പൊ പറയാൻ ടൈമില്ല. എടാ, എങ്ങനെയും ഡീൽ ചെയ്യടാ പ്ലീസ്. ഞാൻ മൗനവ്രതത്തിലാന്ന് പറ. ഞാനോ? ഒന്ന് പോടാ, എനിക്ക് ഇംഗ്ലീഷ് പറഞ്ഞൂടാ. എന്തേലും ഒന്ന് പറഞ്ഞ് രക്ഷിക്കടാ. അതായത് മാഡം. I say shut up. Jax, why didn't you pick up my call for past 3 months? You have talent. Do you have any artistic talent? You are just a scoundrel, a useless thing for the country and the house. Do any 10 people know you? You are just a waste of life. You are a piece of trash that no one needs. How many girls must have been fooled like this? Korangan. Why don't you say something, Jax? സിസ്റ്റർ, ആക്ച്വലി ഹി ഈസ് ഇൻ മൗനവ്രതം. What? It's a big story, sister. Day before yesterday, we had some plans. So, to go for that, this guy, your Jax, നേരത്തെ എണീക്കണമായിരുന്നു. When alarm tring tring, this coconut head എണീറ്റില്ല. അപ്പോൾ ഞങ്ങൾ ഒച്ചയിട്ടു ഹേ. And he shada phade woke up and went to take a bath. But the water was and later ഇവന് പാനി പേടിച്ചോ. അപ്പോ ഡോക്ടർ പറഞ്ഞു, don't talk for 1 month. You understand? Da monkey, നീയും പൊട്ടനാ, നിന്റെ കൂട്ടുകാരും പൊട്ടനാ. ജോസഫേ, കുട്ടിക്ക് മലയാളം അറിയാം. ഇതെന്തേ നീ നേരത്തെ പറഞ്ഞില്ല? മറന്നുപോയി. കുട്ടിക്ക് മലയാളം അറിയായിരുന്നല്ലേ? എനിക്ക് മലയാളം അറിയാടാ പട്ടി.
അവന്റെ ഒക്കെ ഒരു മോണവ്രതം. മോണവ്രതം അല്ല കുട്ടി, മൗനവ്രതം. നീ പോടാ. എടാ, നീ എന്നെ ചീറ്റ് ചെയ്യായിരുന്നുല്ലേ? ഞാൻ നിനക്ക് എന്തോരം ചോക്ലേറ്റ്സ് ആൻഡ് ഫുഡ് മേടിച്ചു തന്നു, എന്നിട്ട് നീ ഒരു വാക്ക് പോലും പറയാണ്ട് എന്നെ ചീറ്റ് ചെയ്തില്ലേ? പിങ്കി മോളെ, അങ്ങനെ പറയില്ലേ. എന്റെ പപ്പ എന്നെ ഇങ്ങോട്ട് പഠിക്കാൻ വിട്ടയാ, പിന്നെ മെസ്സേജ് അയക്കാത്തത്. ഞാനെങ്ങാനും മെസ്സേജ് അയച്ച് എനിക്ക് നിന്നെ കാണാൻ തോന്നും, അപ്പൊ ഞാൻ അങ്ങോട്ട് വരും. അപ്പൊ എന്റെ പപ്പ എന്നെ കൊല്ലും. അതുകൊണ്ടല്ലേ. നീ ഒന്നും പറയണ്ട, നീ ഒരു ബാസ്റ്റേഡ് ആണ്. ഐ ഹേറ്റ് യു. പിന്നെ ഞാൻ ഇങ്ങോട്ട് വന്നത് എന്തിനാന്ന് വെച്ചാൽ എന്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞു. വാട്ട്, യു ചീറ്റഡ് മീ? അത് പറയാൻ നിനക്ക് ഒരു യോഗ്യതയില്ല കേട്ടോ, മിണ്ടരുത്. നമ്മടേത് ഒഫീഷ്യലി അടച്ചു പൂട്ടി ലോക്കിട്ടു. അങ്ങനെ പറയല്ലേ. ഡോണ്ട് ക്രൈ, ഞാൻ നിനക്ക് ചോക്ലേറ്റ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. എന്ത് ചോക്ലേറ്റാ? ഡാർക്ക് ചോക്ലേറ്റ്. ഇവന്റെ ഇനി മുതലുള്ള ഫ്യൂച്ചർ പോലെ. ഐ ഹാവ് മൂവ്ഡ് ഔട്ട് ആൻഡ് എനിക്കിപ്പോ ഒരു ബോയ് ഫ്രണ്ട് ഉണ്ട്, ജാക്സ്. ഇങ്ങോട്ട് വരൂ. അതും ജാക്സ്, ഇവനും ജാക്സ്. ജാക്ക് ഫ്രൂട്ടുകൾ തമ്മിലൊരു അടിയാവില്ല ഇനി. അപ്പൊ ഞാനൊരു വില്ലനായില്ലേ? വില്ലനല്ല, ഇവളുടെ കഥയിലെ സൈഡ് ക്യാരക്ടർ. സി, ദിസ് ഈസ് മൈ ബോയ് ഫ്രണ്ട്. മീറ്റ് മിസ്റ്റർ ഹെർബൻ ജാക്സ്. അപ്പൊ ഞാനോ? നീ ഡ്യൂപ്ലിക്കേറ്റ്, ഇവൻ ഒറിജിനൽ. നിന്റെ റിയൽ നെയിം ജഗന്നാഥ് പി സൊമ്മൻ എന്നല്ലേടാ? നിന്റെ പപ്പ എന്നോടെല്ലാം പറഞ്ഞു. അല്ലേലും പണ്ടേ ആളെ എനിക്കൊരു തടസ്സ. നീ പുച്ഛിക്കണ്ട, എന്റെ പേര് പോറാണേലും ഞാൻ ഫുൾ മാസാ. നീ പോയ വേറെ പെങ്കി എനിക്ക് കിട്ടും. നീ മാസല്ലടാ, നീ ഒരു ടോട്ടൽ മെസ്സാണ്. ഒന്ന് നിർത്തോ? കഴിഞ്ഞത് കഴിഞ്ഞു. നല്ല കാര്യത്തിന് ഇറങ്ങുമ്പോഴാ അവരുടെ ഒരു ബ്രേക്കപ്പും പാച്ചപ്പും. നിങ്ങളൊന്ന് വരുമോ? നമുക്ക് പോണ്ടേ? വെയിറ്റ്, ഞാൻ ട്രൗസർ എടുത്തിട്ടില്ല, ഇപ്പൊ വരാം. വണ്ടി സ്റ്റാർട്ട് ചെയ്തോ. ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് നിങ്ങൾ വരുന്നു ഞങ്ങളുടെ ടൂറിന്? ബൈ ദ ബൈ, ഐ ആം ചച്ചു. നമുക്കും പോയാലോ ബേബി? ഓഫ് കോഴ്സ്. ഓക്കെ, കണ്ടോ, ഇത്രയേ ഉള്ളൂ. എല്ലാ കാര്യങ്ങളും അതിൻ്റെതായ വഴിക്ക് പരിഹരിച്ച എന്തൊരു സമാധാന.